ജ്യോതിയും വന്നില്ല തീയും വന്നില്ല എന്നൊരു ഡയലോഗ് ഉണ്ട് കിലുക്കം സിനിമയ്ക്കകത്ത്. ആ ഒരു ഡയലോഗിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് കേരള പൊളിറ്റിക്സ് ഇപ്പോൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും, മെയ് 4 റിസൾട്ട് വന്നു. കേരളത്തിൽ നല്ലൊരു മെജോറിറ്റി സീറ്റും മേടിച്ചിട്ടാണ് കോൺഗ്രസ് ജയിച്ചത്. എന്നിട്ട് ഇതുവരെയ്ക്ക് അവർക്കൊരു മുഖ്യമന്ത്രിനെ തെരഞ്ഞെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും എന്താ പറയുക, വോട്ടെടുക്കലും അതുപോലെ തന്നെ അടിയും പിടിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. KC വേണുഗോപാൽ വേണോ, VD സതീശൻ വേണോ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കശപിശയിലാണ്. അതുപോലെ തന്നെ നേതൃത്വത്തിനും ഹൈക്കമാൻഡിനും ഇതുവരെ ഒരു മുഖ്യമന്ത്രിനെ തീരുമാനിക്കാൻ സാധിച്ചിട്ടുമില്ല. ഇപ്പം കാര്യം പറയുന്ന സമയത്ത് ചില ആൾക്കാർ വന്നിട്ട് നമ്മളെ സംഗിണി എന്നൊക്കെ വിളിച്ച് പോകാറുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ലീഡേഴ്സൊക്കെ എഗൈൻ ഇവരുടെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളായിട്ടുള്ള അമിത്ഷാനെയും നരേന്ദ്രമോദിനെയൊക്കെ കണ്ട് പഠിക്കണം. അതിലോട്ട് വരുന്നതിനെക്കാട്ടിലും മുമ്പ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യണമല്ലോ. രാത്രി ഒന്ന് ഇരുട്ടി പകലാകുമ്പോഴത്തേക്കും നാട്ടിലൊക്കെ പല സ്ഥലങ്ങളിൽ KC വേണുഗോപാലിന് വേണ്ടിയിട്ട് ഫ്ലക്സ്, VD സതീഷിന് വേണ്ടിയിട്ട് ഫ്ലക്സ്, അതിൽ തന്നെ ചില ഫ്ലക്സുകൾ വെച്ചത് വേറെ പാർട്ടിക്കാരാണെന്നൊക്കെ CCTV വിഷ്വൽസിലൂടെയൊക്കെ അറിയുന്ന വാർത്തകൾ നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ കാര്യങ്ങൾ കോൺഗ്രസ് തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞതിന് മാത്യു കുഴൽനാടന്റെ ഫ്ലക്സ് കത്തിക്കുന്നു. അതേപോലെ തന്നെ തോറ്റ സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സ് ഒക്കെ പടക്കം വെച്ചോ ബോംബ് വെച്ചിട്ടൊക്കെ പൊട്ടിക്കുന്നു. ആടിന്റെ തലയെറുത്ത ആഘോഷ പ്രകടനങ്ങളൊക്കെ ചിലർ നടത്തുന്നു. എങ്ങോട്ടാണ് നാടിന്റെ പോക്കെന്ന് ഒരു പിടുത്തമില്ല. എനിവേയ്സ്, ഈ ഒരു മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ടുള്ള അടി കഴിഞ്ഞിട്ട് വേണം ബാക്കി മന്ത്രിമാർക്ക് വേണ്ടിയിട്ടുള്ള തല്ല് തുടങ്ങാനാണ് നാട്ടുകാരുടെ മറ്റൊരു വെപ്പ്. എന്താണെങ്കിലും ജനങ്ങൾ ഇപ്പോൾ ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവരൊക്കെ ശരിക്കും അധികാരത്തിൽ വരുന്നത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണോ അതോ ഇവർക്ക് അധികാരം കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് പറഞ്ഞ കാര്യത്തിലോട്ട് വരാം. ചില കാര്യങ്ങൾ പറയുമ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളെ കുറിച്ച് സംസാരിക്കണു എന്ന് പറഞ്ഞിട്ട് അതിനടുത്ത് ഭയങ്കര രോഷം കൊണ്ടിട്ടൊന്നും കാര്യമില്ല. ശരിക്കും ഈ ലീഡേഴ്സ്, അമിത്ഷാ അതുപോലെ തന്നെ നരേന്ദ്രമോദി മുതലായിട്ടുള്ള ലീഡേഴ്സിനെയൊക്കെ കണ്ട് പഠിക്കണം. ഇവരുടെ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇവരുടെ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നു ഇത്രയും വർഷമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു അഭിപ്രായ വ്യത്യാസമോ ഒരു വിള്ളലോ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. 1980s എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 1980 ഇവർ രണ്ടുപേരും പരസ്പരം പരിചയപ്പെടുന്നത്. അതും രാഷ്ട്രീയ സ്വയം സേവാ സംഘ് എന്നൊക്കെ പറയുന്ന RSSന്റെ കീഴിൽ. ആ ടൈമിലൊക്കെ ഞാൻ അറിഞ്ഞത് പ്രകാരം മോദി ഒരു ഫുൾ ടൈം RSS ഓർഗനൈസർ, ഐ തിങ്ക് അവരുടെ ടേം പ്രചാരക് എന്നൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതേപോലെ തന്നെ ആ ടൈമിൽ BJPയുടെ തന്നെ സ്റ്റുഡൻറ് യൂണിയൻ ആ വിങ്ങിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ് അമിത്ഷാ. അവരങ്ങനെ ഒരു ഡീപ്പ് ബോണ്ടിലോട്ട് എത്തുന്നു. 1990s എത്തിയപ്പോഴത്തേക്കും അത് സ്ട്രോങ് ആവുന്നു. ഒന്ന് ആലോചിക്കണം, ഈ സമയത്തൊന്നും ഇവർക്ക് പവറേ ഇല്ല. 2001 ആയപ്പോഴത്തേക്ക് ഇവർ ഗുജറാത്ത് പിടിക്കുന്നു. അങ്ങനെ നരേന്ദ്രമോദി അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആവുന്നു. അമിത്ഷാ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലീഡർ ആവുന്നു. പിന്നെ അവിടുത്തെ ആഭ്യന്തരമന്ത്രിയാകുന്നു. അങ്ങനെ ആ ഒരു ബന്ധത്തിൽ ഇതുവരെയ്ക്ക് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇനി ഇവരുടെ ഈ ഒരു ലീഡർഷിപ്പ് എങ്ങനെ വർക്ക്ഔട്ട് ആവണമെന്ന് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ, ഒരാൾ ഒരു മാസ് കമ്മ്യൂണിക്കേറ്ററും അതുപോലെ തന്നെ ഒരു ഫേസും ഒക്കെ ആണെങ്കിൽ മറ്റേ ആൾ ഇതിൻ്റെ പുറകിലുള്ള ഒരു ഓർഗനൈസറാണ്. അതുകൊണ്ടൊക്കെയാണല്ലോ ഇദ്ദേഹത്തിനെ ആൾക്കാർ ചാണക്യൻ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പം മോദിയുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പവർ ഒരു സൈഡിൽ നിൽക്കുമ്പം അതിൻ്റെ പുറകിൽ വളരെയധികം ഓർഗനൈസിങ് കപ്പാസിറ്റിയോട് കൂടിയിട്ട് അമിത്ഷാ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ റൈറ്റ് വിങ് സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഇവരുടെ ബന്ധത്തിന് വിളിക്കുന്ന ഒരു പേരുണ്ട്. ഇതൊരു CEO ആൻഡ് COO തമ്മിലുള്ളൊരു ബന്ധമാണെന്നൊക്കെ പറയുമ്പോൾ ശരിയാണ്. ഒരാളൊരു വിഷൻ സെറ്റർ ആയിട്ടും പബ്ലിക് ഫേസ് ആയിട്ട് നിൽക്കുമ്പോൾ മറ്റേ ആൾ ഒരു ഓർഗനൈസേഷണൽ ആർക്കിടെക്റ്റ് ആയിട്ട് അതേപോലെ തന്നെ ഇലക്ഷൻ മാനേജ്മെന്റ് ഒക്കെ നടത്തുന്ന ഒരാളായിട്ട് എക്സിക്യൂഷൻ സ്പെഷ്യലിസ്റ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. ഇവരുടെ ഇടയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തൊക്കെ റോൾ ആരൊക്കെ എടുക്കണം എന്നുള്ള കാര്യത്തിൽ ഓൾറെഡി നല്ല ധാരണയുണ്ട്. ആ ധാരണ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പെശകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മുടെ കേരളത്തിൽ VD സതീശനാണെന്ന് തോന്നുന്നു, അദ്ദേഹം മറ്റോ പറഞ്ഞു ഇത്രേ, എനിക്ക് മുഖ്യമന്ത്രി ആവാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വേറെ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കില്ല, വെറും MLA ആയിട്ടൊക്കെ തുടരുന്നത്. ആ സമയത്ത് നമ്മൾ വീണ്ടും ഈ മോദി അമിത്ഷാ ടീംസിനെ നോക്കുകയാണെങ്കിൽ, ഞാൻ ടീംസ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇനി ആരും എന്നോട് വിരോധമൊന്നും കാണിക്കരുത്, അതൊരു ടേം ആയിട്ട് അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇവരെ കണ്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് ഭയങ്കര ഇൻറ്റേർണൽ ഡിസിപ്ലിനാണ്. ഇന്നേ വരയ്ക്ക് ഞാൻ ഇവർ രണ്ടുപേരും ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ പരസ്പരം വിയോജിച്ചതായിട്ടോ ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞതായിട്ടോ ഏതെങ്കിലും ഒരു തീരുമാനത്തിൻ്റെ പേരിൽ പിണങ്ങിയതായിട്ടോ എവിടെയും കണ്ടിട്ടില്ല.
ഒരു മീഡിയയും അങ്ങനെ റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതിൻ്റെ പേരിലൊരു ചർച്ചയോ ഒരു ഔട്ട് ബ്രേക്കോ ഉള്ളതായിട്ട് കണ്ടിട്ടില്ല. ആ സമയത്ത് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ എന്നെ മന്ത്രിയാക്കിയില്ലെങ്കിൽ ഞാൻ വെറും MLA ആയിട്ട് തുടരും എന്നുള്ള രീതിയിലുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ് കോൺഗ്രസ് നിന്ന് പുറത്തോട്ട് വരുന്നത്. ഇനി ഇത്രയും കാര്യങ്ങൾ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരുണ്ടായിരുന്ന ആ ഒരു ഓർഗനൈസേഷൻ അഥവാ RSSന്റെ മികവുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഇത്രയ്ക്കും ഓർഗനൈസിങ് കപ്പാസിറ്റിയുള്ള ഇത്രയും മികച്ച രീതിയിലൊരു സംവിധാനത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഓർഗനൈസേഷൻ ഇന്ത്യയിൽ വേറെ ഉണ്ടോ എന്നുള്ളത് ഡൗട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല അവരുടെ ഇടയിലൊക്കെയുള്ള ഇപ്പോൾ തന്നെയുള്ള ലെയർ ഓഫ് ലീഡേഴ്സ് എങ്ങനെയാണ് ഓരോരുത്തരെ ഓരോ ലെയറായിട്ട് സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓരോരുത്തരും ഡിസിപ്ലിനോട് കൂടിയിട്ട് ഓർഗനൈസേഷൻ്റെ ഐഡിയോളജിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊക്കെ മറ്റ് സംഘടനകളും അവരുടെ ആശയങ്ങൾ പേറുന്ന ആൾക്കാരും ഒക്കെ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം ഈ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും അതേപോലെ തന്നെ നല്ല സ്ട്രോങ് കമ്മ്യൂണിക്കേഷനും അതിൻ്റെ ഒപ്പം തന്നെ ഒരു നല്ല വിഷൻ ഇൻ ദ സെൻസ് അവരുടെ ഓർഗനൈസേഷൻ്റെ വിഷൻ്റെ അടിയിൽ സ്ട്രോങ് ആയിട്ട് പടുത്തുയർത്തിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പൊക്കെ കാരണം കൊണ്ടാണ് ഈ മോദി അമിത്ഷാ പോലെയുള്ള ആൾക്കാർ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതും ഇവരെ ആൾക്കാർക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തതും. എന്നാൽ ഈ ലീഡേഴ്സിൻ്റെ പരസ്പരം അധികാരത്തിന് വേണ്ടിയിട്ടുള്ള തല്ലും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായ്മയും വിട്ടുകൊടുക്കായ്മയൊക്കെ കൊണ്ട് തന്നെയാണ് മറ്റ് പ്രസ്ഥാനങ്ങൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ വിജയിച്ച പ്രസ്ഥാനം പോലെയുള്ള ആൾക്കാരൊക്കെ ഈ തോൽവിയുടെ വക്കിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുഴുവൻ പണ്ട് നീല പെയിൻ്റ് ആയിരുന്നു, ഇപ്പം നീല പെയിൻ്റൊക്കെ പോയിട്ട് എല്ലായിടത്തും ഈ ഓറഞ്ച് പെയിൻറ് വരാനുള്ള കാരണമാണ് ഞാൻ ഈ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഒപ്പം തന്നെ എന്താ പറയുക ഇലക്ഷൻ്റെ റിസൾട്ട് വന്നിട്ടുള്ള ബാക്കി സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. ഈ സംസ്ഥാനങ്ങളിൽ വിജയിച്ചിട്ട് ഭരിക്കാനുള്ള മെജോറിറ്റി ഇല്ലാണ്ടിരുന്ന തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലെ വിജയ്, അദ്ദേഹം പോലും ചീഫ് മിനിസ്റ്ററായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. ആദ്യമായിട്ട് വെസ്റ്റ് ബംഗാളിൽ ഭരണത്തിൽ വരാണ് നമ്മുടെ BJP. അവിടെ ഭയങ്കര വലിയ മെജോറിറ്റി മേടിച്ചിട്ട് അവർ വന്നത്. അവിടെ നയിച്ച ആ ഒരു ഇലക്ഷനെ നയിച്ചിട്ടുള്ള സുവേന്ദു അധികാരി തന്നെ അവരുടെ ചീഫ് മിനിസ്റ്റർ ആവണം എന്ന കാര്യത്തിൽ അവിടെ ഒറ്റ ലീഡേഴ്സിനും കൺഫ്യൂഷൻ ഇല്ല. അസാമിൽ ഇന്നോ മറ്റോ ആണ് സത്യപ്രതിജ്ഞ. അവിടെ ഹിമന്ത ബിശ്വ ശർമ്മ വീണ്ടും ചീഫ് മിനിസ്റ്ററായിട്ട് വരികയാണ്. അദ്ദേഹമാണ് നയിച്ചത്, അദ്ദേഹം തന്നെ ആവണം എന്നുള്ള കാര്യത്തിൽ അവിടെ ആർക്കും ഡൗട്ടില്ല. അതേപോലെ തന്നെ NDA സഖ്യം അധികാരത്തിൽ വരുന്ന പുതുച്ചേരിയിൽ നാളെ മറ്റാണ് സത്യപ്രതിജ്ഞ. ഐ തിങ്ക് രംഗസ്വാമിയാണ് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആവാനായിട്ട് പോകുന്നത്. അവിടെ എവിടെയും ഇവർക്കാർക്കും ഒരു കൺഫ്യൂഷനും ഇല്ല. എത്ര ഈസി ആയിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. സോ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭരണത്തിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ പല കാഴ്ചകളും കണ്ടിട്ട് അവർ അന്താളിച്ചും മടുത്തു നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നേരെ ചൊവ്വെ ഭരിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മറ്റ് പല ആൾക്കാരും അധികാരം കൊണ്ടുപോകും എന്നുള്ളതിന് ഇതിലും വലിയ ഉദാഹരണം വേറെ എന്താ ഉള്ളത്? ഇന്നെങ്കിലുമൊക്കെ ചിലപ്പോൾ നമുക്കൊരു മുഖ്യമന്ത്രിനെ കിട്ടുമായിരിക്കും.